أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മങ്കൂസ് മൗലിദ് പഠന ക്ലാസ് ഇന്ന് 7ാമത്തെ ക്ലാസ്സാണ്. ഇന്നത്തെ വിഷയം തിങ്കളെക്കാൾ ഭംഗിയുള്ള തങ്ങളാണ് എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ വിഷയത്തെ ആസ്പദമാക്കിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. അഥവാ മങ്കൂസ് മൗലിദിലെ ഹദീസ് കഴിഞ്ഞ് ഇന്നു മുതൽ ബൈത്തുകളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي الصلاة على النبي والسلام على الرسول الشفيع الأبتحي والحبيب العربي. അസ്സലാത്തു അലൻ നബി വസ്സലാമു അലാ റസൂൽ അഷ്ശഫീഇൽ അബ്തഹി വൽ ഹബീബിൽ അറബി. ഇതിന്റെ അർത്ഥം, മൊത്തത്തിൽ അർത്ഥം ആദ്യം പറയും, പിന്നെ ഓരോന്ന് അർത്ഥം പറയും. അറബി ഭാഷക്കാരും അല്ലാഹുവിന്റെ ഹബീബരും മക്കയിലെ അബ്തഹ് ദേശക്കാരും ശുപാർശകരുമായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ എന്നാണ് ഈ ബൈത്തിന്റെ അർത്ഥം. أنت تطلع بيننا في الكواكب كالبدور بل وأشرف منه يا سيدي خير النبي. ഓ പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ എൻ്റെ നേതാവേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ തിളങ്ങി നിൽക്കുന്നു. പോരാ, അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. അതാണ് മൊത്തത്തിലെ അർത്ഥം. ഇനി ഓരോന്നിന്റെ അർത്ഥം പറയും. അസ്സലാത്തു അലൻ നബി, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ഗുണം ഉണ്ടാവട്ടെ. വസ്സലാമു അലർ റസൂൽ, മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ രക്ഷയും ഉണ്ടാവട്ടെ. എങ്ങനെയുള്ള നബിയും റസൂലുമാണ് അഷ്ശഫീഇ, ശുപാർശകരായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ അബ്തഹി, മക്കയിലെ അബ്തഹ് എന്ന സ്ഥലത്ത് താമസിച്ചവരായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ ഹബീബി, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം.
അൽ അറബി, അറബി ഭാഷക്കാരനായ അറബി ദേശക്കാരനായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണവും രക്ഷയും ഉണ്ടാവട്ടെ. മനസ്സിലായോ? അതല്ലേ നമ്മൾ ആദ്യം പറഞ്ഞത്? സലാത്തു അലൻ നബി, അള്ളാഹുവിൻ്റെ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ ഗുണമുണ്ടാവട്ടെ, പിന്നെ അള്ളാഹുവിൻ്റെ രക്ഷയും ഉണ്ടാവട്ടെ. ഈ പറയപ്പെട്ട എങ്ങനെ ശുപാർശകരായ മക്കയിലെ അബ്തഹ് എന്ന സ്ഥലത്ത് താമസിച്ചവരായ അള്ളാഹുവിൻ്റെ ഹബീബായ അറബി ഭാഷക്കാരനും ദേശക്കാരനുമായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയും ഗുണവും ഉണ്ടാവട്ടെ. അർത്ഥം നമ്മൾ അറിഞ്ഞു ചൊല്ലുമ്പോൾ അതിന് വല്ലാത്ത ഒരു സന്തോഷം ഉണ്ടാകും. ഇനി ഇപ്പൊ ജവാബ് പറഞ്ഞു, ഇനി നമ്മൾ ബൈത്തിലേക്ക് കടക്കണം. അൻത തതുലു, നേരത്തെ നമ്മൾ മൊത്തം അർത്ഥം പറഞ്ഞു, ഇനി ഓരോന്നിന്റെ അർത്ഥം. അൻത തതുലു, അങ്ങ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തിളങ്ങി നിൽക്കുന്നു. ബൈനനാ ഫിൽ ഖവാകിബി, നക്ഷത്രങ്ങൾക്കിടയിലെ കൽ ബുദൂർ, പൂർണ്ണ ചന്ദ്രനെ പോലെ, നക്ഷത്രങ്ങൾക്കിടയിലെ പൂർണ്ണ ചന്ദ്രനെ പോലെ അങ്ങ് തിളങ്ങി നിൽക്കുന്നു നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബൽ, ഓ പോരാ, അങ്ങനല്ല, പോരാ. വ അഷ്റഫു മിൻഹു, അങ്ങ് അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ്. ചന്ദ്രന് അല്ല, അതിനേക്കാൾ ശ്രേഷ്ഠതയുള്ളവരാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. യാ സയ്യിദി, ഓ എൻ്റെ നേതാവേ. എങ്ങനെയുള്ള നേതാവാണ്? ഖൈറൻ നബി, പ്രവാചകന്മാരിൽ ഏറ്റവും ഉത്തമരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായ നേതാവേ. ഇവിടെ ഇപ്പൊ അർത്ഥം മനസ്സിലായല്ലോ, ജവാബിന്റെ അർത്ഥം മനസ്സിലായി. ഒന്നാമത്തെ അൻത തതുലു അർത്ഥം മനസ്സിലായി. ഇതാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 4 വിശേഷണങ്ങളാണ് ഈ പറയപ്പെട്ടത്. ഒന്ന് അള്ളാഹുവിൻ്റെ ഹബീബ്, അൽ ഹബീബ്. മറ്റൊന്ന് അറബി ഭാഷക്കാരൻ, അറബി ദേശക്കാരൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റത് മൂന്നാമത്തത് മക്കയിലെ അബ്തഹ് എന്ന സ്ഥലത്ത് താമസിച്ചവർ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തത് ശുപാർശകർ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ 4 വിശേഷണങ്ങളാണ് നമ്മൾ, ആ വലിയ വിശേഷണങ്ങളല്ലേ ഇത് നമ്മൾ ചൊല്ലുന്നത്. സ്വലാത്തു അലൻ നബി വസ്സലാമു അല റസൂൽ അഷ്ശഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി അഷ്ശഫീഉൽ എന്നല്ല, അഷ്ശഫീഉൽ. മനസ്സിലായ? അങ്ങനെ കുട്ടികൾക്ക് പഠിപ്പിക്കണം. ആകാശത്ത് നക്ഷത്രങ്ങളെ ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു പോയിന്റ് പോലെ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, അല്ലേ? ഇവിടെ വെച്ച് ആകാശത്തിലുള്ള നക്ഷത്രങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഒരു ഡോട്ട്, ഒരു പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. ഇങ്ങനെ ഒരു കുത്ത് അല്ലെ? അങ്ങനെയല്ലേ? അങ്ങനെ കാണുന്നില്ലേ? അങ്ങനെ നമുക്ക് കാണാം, അങ്ങനെ കാണാനാവൂ. എന്നാൽ പൂർണ്ണ ചന്ദ്രൻ വെട്ടിത്തിളങ്ങി നിൽക്കും. 14-ാം രാവിന്റെ ചന്ദ്രൻ, അല്ലെ? നല്ല വെട്ടിത്തിളങ്ങി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. നമുക്ക് കാണുമല്ലോ, കാണും. അപ്പൊ ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ചേർന്നാലും ഒരു ചന്ദ്രന്റെ അടുത്തെത്തുകയില്ല, അല്ലെ? 1000 പോറ്റുമ വന്നാൽ സ്വന്തം പെറ്റുമ്മയാ ഇടുമോ?
എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ. അപ്പോ 1000 നക്ഷത്രങ്ങള് വന്നാലും അവിടെ ഒരു ചന്ദ്രന്റെ സ്ഥാനത്ത് എത്തുകയില്ല. ഇവിടെ ചന്ദ്രനും നക്ഷത്രങ്ങളും എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹബീബായ തങ്ങളും സ്വഹാബത്തും റളിയല്ലാഹു അൻഹും തങ്ങൾ അവരുമായുള്ള ബന്ധത്തെ കുറിച്ചാണ്. അതേസമയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മറ്റുള്ള അമ്പിയാക്കളും അവരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണെന്നും 2 അഭിപ്രായങ്ങൾ ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം യഖ്തദൈതും ഇഹ്തദൈതും. എൻ്റെ സഹാബത്ത് റളിയല്ലാഹു അൻഹും അവരെ നക്ഷത്ര തുല്യരാണ്. അവരെ നിങ്ങൾ ആര് പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ്. അവരിൽ ആരെ നിങ്ങൾ പിന്തുടർന്നാലും നിങ്ങൾ സന്മാർഗത്തിന്റെ വഴിയിലാണ്. ഇവിടെ കൽ ബദരി ഒരു ചന്ദ്രൻ എന്നല്ല ഇവിടെ പറഞ്ഞത്, കൽ ബുദൂർ ഒരുപാട് ചന്ദ്രനുകൾ, മനസ്സിലായ എന്നാണ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു പറയുന്നത്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചന്ദ്രൻ ഒന്നേ ഉള്ളൂ എങ്കിലും സാങ്കല്പികമായി ഒരുപാട് ചന്ദ്രൻ ഉദിച്ചു നിന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ഇവിടെ ഗ്രാമർ ഇവിടെ കൽ ബദർ, ബദർ എന്നല്ല പറഞ്ഞ, ഒരു ചന്ദ്രൻ എന്നല്ല പറഞ്ഞത്. കൽ ബുദൂർ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഒരുപാട് ചന്ദ്രനുകൾ എന്നാണ് ബൈത്തിൽ. കൽ ബുദൂർ എന്നല്ലേ പറഞ്ഞത്, കൽ ബദരി എന്നല്ല, കൽ ബുദൂർ എന്നാണ്. അപ്പോ സൈനുദ്ദീൻ മഖ്ദൂം അങ്ങനെയാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ ഒരു ചന്ദ്രനാണ് ഒന്നേ ഉള്ളൂ എങ്കിലും സാങ്കല്പികമായി ഒരുപാട് ചന്ദ്രൻ ഉദിച്ചു നിന്നാൽ എങ്ങനെയാണോ അതുപോലെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മനസ്സിലായോ? ഇത്രയും പ്രകാശമാണ്. അതുപോലെ സ്വഹാബത്ത് റളിയല്ലാഹു അൻഹു അല്ലെങ്കിൽ മറ്റുള്ള അമ്പിയാക്കൾ അവര് മറ്റുള്ള നക്ഷത്രങ്ങളെ പോലെയും, അപ്പൊ അതിനേക്കാൾ മഹത്വമുള്ളവരാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മനസ്സിലായ? അംബിയ മുർസലീങ്ങളുടെയും എല്ലാ ആളുകളുടെയും നേതാവാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചു. അപ്പോൾ അൻത തത്ലഉ ബൈനന ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി. അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. അതുപോലെ അസ്സലാത്തു അലൻ നബി വസ്സലാമു അലർ റസൂൽ അഷ്ഫീഉൽ അബ്തഹി വൽ ഹബീബിൽ അറബി, അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചു. അള്ളാഹു ഹബീബായ തങ്ങളെ സ്നേഹിക്കാനുള്ള ഈമാൻ നമുക്ക് നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആളുകൾ, ഒരുപാട് വിഷമങ്ങളുള്ളവർ, പ്രയാസങ്ങളുള്ളവർ. ഇൻഷാ അല്ലാഹ്
ഞാൻ പറഞ്ഞല്ലോ, ഒരു അറ്റ്ലീസ്റ്റ് ഒരു ഹദീത്തെങ്കിലും നമ്മൾ മങ്കൂസ് മൗലിദ് വീട്ടിൽ പാരായണം ചെയ്യണം. നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, വീട്ടിൽ സന്തോഷവും സമാധാനവും ബറക്കത്തുണ്ടാകും, കുട്ടികളുടെ വികൃതികളെല്ലാം മാറുന്നു, ഒരു റാഹത്തുണ്ടാകും. അത്രയും വലിയ പവറാണ് മങ്കൂസ് മൗലിദ്. നമുക്ക് അറിയാത്തതുകൊണ്ടാണ്, നമ്മളൊന്നും ചെയ്യൂല. അതെല്ലാം സ്ഥിരമായി ചെയ്ത് നോക്കുക. മങ്കൂസ് മൗലിദ് ഫുള്ളായി ഓതണം എന്ന് ഞാൻ പറയുന്നില്ല. മാസത്തിൽ ഒരു പ്രാവശ്യങ്ങൾ ഫുള്ളായി ഓതണം. ഒരു ദിവസം ഈ ബൈത്തോ അല്ലെങ്കിൽ ഒരു ഹദീഥ ചെയ്യണം. അത് വലിയ ബർക്കത്താണ്. സ്ഥിരമായി ചെയ്യുമ്പോൾ വീട്ടിൽ വലിയ ബർക്കത്തും ടെൻഷനുകൾ, കടങ്ങൾ എല്ലാം, രോഗങ്ങളെല്ലാം പമ്പ കിടക്കും അല്ലേ. നമുക്ക് അതിനുള്ള ടൈമില്ല, നേരമില്ല, അങ്ങനെയാണല്ലേ. അള്ളാഹു നമുക്ക് ടൈമെല്ലാം തരട്ടെ, അതിന് ഓതാനുള്ള സമയമെല്ലാം നമുക്ക് തരട്ടെ.